വീണ്ടും ഒരു ഫെസ്റ്റ് തുടങ്ങാൻ പോകുകയാണോ ജഗന്നാഥൻ? ആറാം തമ്പുരാൻ എന്ന മലയാള സിനിമയിലെ ആ മോസ്റ്റ് എക്സ്പ്ലോസീവ് മാസ് മെമ്മറിയെ എടുത്ത് പുതുതലമുറയുടെ ഇൻസെക്യൂരിറ്റിയിലേക്ക് എറിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ തിയേറ്റർ കുലുക്കിയ ആ ഡമ്മി ഗോഡ് ഹീറോയിസത്തിൽ നിന്ന് ബേസിൽ ജോസഫിൻ്റെ ഒരു കൺഫ്യൂസ്ഡ് വൾണറബിൾ ഗ്ലോറിയസ്ലി ഇംപെർഫെക്റ്റ് ഹീറോയിസത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് അതിരടി. വല്ലാത്തൊരു ഊർജം പ്രേക്ഷകന്റെ സിരകളിലേക്ക് കുത്തിയൊഴുക്കുന്ന സിനിമയാണ് അതിരടി. എഞ്ചിനില്ലാത്ത പാട്ടവണ്ടി എന്ന് എല്ലാവരും മുദ്രകുത്തിയ ഒരുവൻ ഓരോ ഹഡിലും പൊളിച്ചെറിഞ്ഞ് ആയിരങ്ങളുടെ കരഘോഷങ്ങൾക്കിടെ വെള്ളി വെളിച്ചത്തിലേക്ക് കയറി വരുന്ന സാംകുട്ടിയുടെ എക്സ്പ്ലോസീവ് റൈസാണ് അതിരടി. പുതിയ ലോകത്തിന്റെ വിദ്യയും സാക്ഷാത്കാരങ്ങളും ആഘോഷങ്ങളുമെല്ലാം പിഴുതെറിയാൻ ശ്രമിച്ച പഴഞ്ചൻ അധികാരബോധങ്ങളിൽ നിന്ന് അവയെ തിരിച്ചു പിടിക്കുന്ന പുതിയ തലമുറയുടെ റോറിംഗ് ടേക്ക് ഓവർ കൂടിയാണ് അതിരടി. കലയും സംഗീതവും ഫെസ്റ്റുകളും വെറും ആഘോഷമല്ല, മനുഷ്യരെ മതിലുകൾക്കപ്പുറം ബന്ധിപ്പിക്കുന്ന മാനവികതയുടെ ഏറ്റവും വലിയ കളക്റ്റീവ് എനർജിയാണെന്ന് അതിരടി എന്ന സിനിമ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ അരുൺ അനിരുദ്ധനാണ് അതിരടിയുടെ സംവിധായകൻ. വർത്തമാനകാലത്തെ പ്രേക്ഷകരെ റീഡ് ചെയ്യാനുള്ള കഴിവും മേക്കിങ്ങിലെ ശ്രദ്ധയും അരുണിനെ വേറിട്ട് നിർത്തുന്നു. കാതൽ ദ കോർ, നെയ്മർ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് പോൾസൺ സ്കറിയായും സംവിധായകനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും വിഷ്ണു വിജയയുടെ പശ്ചാത്തല സംഗീതവും സാമുവൽ ഹെൻറിയുടെ ക്യാമറയും ഈ ചിത്രത്തെ കളർഫുൾ ആക്കുന്നതിൽ വഹിച്ച പങ്ക് വലുതാണ്. ബേസിൽ ജോസഫ് അവതരിപ്പിച്ച സാംകുട്ടിയുടെ പ്രകടനം പൊളിയാണ്. തോട്ടക്കുട്ടൻ എന്ന ഗാനഗുണ്ടയായി ടൊവിനോ തോമസ് ചിത്രത്തിൽ നിറഞ്ഞാടുകയാണ്. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, സരിൻ ഷിഹാബ്, ദർശന രാജേന്ദ്രൻ, വിഷ്ണു അഗസ്ത്യ, പി സുകുമാർ, ജിയോ ബേബി തുടങ്ങി വലിയൊരു താരനിരയുണ്ട് ഈ ചിത്രത്തിൽ. വിഷ്ണു അഗസ്ത്യയും ദർശന രാജേന്ദ്രനും കുറച്ചു നേരമേ ഉള്ളുവെങ്കിലും ചിത്രമാകെ എപ്പോഴും അവർ നിറഞ്ഞു നിന്നു. ക്യാമ്പസ് സിനിമകൾ പലപ്പോഴും പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആഘോഷങ്ങളായി മാത്രം മാറാറുണ്ട്. അതിരടി ഒരു കോളേജ് കഥ മാത്രമല്ല, സ്വയം ഹീറോ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ആത്മാഭിമാന യാത്രയാണ്. നമ്മെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ പോകുന്ന സിനിമ അപ്രതീക്ഷിതമായി ഒരിടത്ത് പ്രേക്ഷകന്റെ നെഞ്ചിലേക്ക് നേരെ ഇടിച്ചു കയറുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പശ്ചാത്തലത്തിൽ വളരുന്ന കഥയിൽ സാംകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബേസിൽ ജോസഫ് സിനിമയുടെ ജീവൻ തന്നെയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു ശരാശരി ബിടെക് വിദ്യാർത്ഥി, എന്നാൽ സാംകുട്ടിയുടെ കണ്ണിൽ കില്ലാടി, എക്സ്ട്രാ ഓർഡിനറി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഓർഡിനറി യുവാവിൻ്റെ ചെറിയ സ്വപ്നങ്ങളും വലിയ അപമാനങ്ങളും പേടികളും പതർച്ചകളും ഉയർത്തെഴുന്നേൽപ്പുകളും ബേസിൽ അതിശയകരമായ നിസ്സാരതയോടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു കോമഡി നടന്റെ ടൈമിങ്ങും ഒരു ട്രാജഡി നായകന്റെ ആത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ സ്ട്രോങ് ഇമോഷണൽ കോറാണ്. ക്യാമ്പസ് തിരികളുടെയും ട്രെൻഡി ഡയലോഗുകളുടെയും നടുവിൽ നിന്ന് പെട്ടെന്ന് കുടുംബ ബന്ധങ്ങളിലേക്കും തലമുറ സംഘർഷങ്ങളിലേക്കും സിനിമ മാറുന്നുണ്ട്. അവിടെയാണ് ചിത്രം വെറും ഫൺ എന്റർടൈനർ എന്ന പരിധി തകർത്ത് മുന്നേറുന്നത്. കടുത്ത പാരമ്പര്യ ബോധവും പുതിയ തലമുറയുടെ ഫ്ലൂയിഡ് ഐഡന്റിറ്റിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സിനിമയുടെ ആഴത്തിലുള്ള രാഷ്ട്രീയമായി മാറുന്നു. പഴയ തലമുറകൾക്കുള്ള മതിൽ പിരിവുകളും അഹങ്കാരങ്ങളുമെല്ലാം പുതുതലമുറ എത്ര സ്വാഭാവികമായി തകർക്കുന്നുവെന്ന് ചിത്രം കാണിക്കുന്നുണ്ട്. നല്ലത് എന്നൊരു കേന്ദ്ര മൂല്യത്തിന് ചുറ്റും പുതുതലമുറ ഒരുമിക്കുന്നു. അവർക്ക് വേലിക്കെട്ടുകളില്ല, പഴയകാല സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല, ആഘോഷിക്കാനുള്ള ഒരു എനർജി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിനിമയിൽ
കോമാളിത്തലകൾ തെറിക്കപ്പെടുന്നുണ്ട്. പഴയ പുരുഷാധിപത്യത്തിൻ്റെ ലൗഡ് മസ്കുലിനിറ്റി ഇവിടെ പൊളിഞ്ഞു വീഴുന്നു. അതിനു പകരം സെൽഫ് ഡൗട്ട് നിറഞ്ഞ ഇമോഷണൽ വൾണറബിലിറ്റി ഉള്ള എന്നാൽ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ പുരുഷത്വമാണ് സിനിമ അവതരിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമായ പുരുഷ അഹങ്കാരങ്ങളുടെ കഥയാണ്. ആരാണ് ഹീറോ? ശബ്ദം കൂടുതലുള്ളവനോ, അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിലും മുന്നോട്ട് നടക്കാൻ തയ്യാറാകുന്നവനോ? സിനിമ ഈ ചോദ്യത്തെ ചിരിയുടെ മറവിൽ ചോദിക്കുന്നുണ്ട്. അതിരടിയുടെ എസ്തെറ്റിക്സ് പൂർണ്ണമായും തലമുറയുടെ റിഥം പിന്തുടരുന്നുണ്ട്. പഴയകാല സിനിമകളിലെ ഡയലോഗുകൾ ഈ സിനിമയിൽ കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പോപ്പ് റെഫറൻസസ്, ഇന്റർനെറ്റ് ഹ്യൂമർ, ജെന്നിസെഡ് സ്ലാങ്, റാൻഡം ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ്. ഇന്നത്തെ ക്യാമ്പസ് ജീവിതത്തിൻ്റെ ഫ്രാഗ്മെന്റഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ സിനിമ അതേപടി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇത് പഴയ തലമുറയ്ക്ക് വേണ്ടി യുവാക്കളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിനിമയല്ല. യുവാക്കൾ പരസ്പരം സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയാണ് സിനിമ നിലകൊള്ളുന്നത്. അതേസമയം ചിത്രം വെറും ട്രെൻഡ് ചേസിംഗ് എക്സസൈസ് ആകുന്നില്ല. എന്റർടൈൻമെന്റ് ഫാക്ടർ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും സിനിമ ഇമോഷണൽ മാനിപ്പുലേഷനായി താഴ്ന്നു പോകുന്നുമില്ല. ചില രംഗങ്ങളിൽ പ്രേക്ഷകന് എല്ലാം മറന്ന് ചിരിക്കും. ചില രംഗങ്ങളിൽ തൊണ്ടയിൽ ഒരു പിടച്ചിൽ വരും, കണ്ണു നിറയും. ആ ഇമോഷണൽ സ്വിംഗ് തന്നെയാണ് സിനിമയെ റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്. ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന "നീ വീണ്ടും ഒരു ഫെസ്റ്റ് തുടങ്ങാൻ പോകുകയാണോ ജഗന്നാഥൻ" എന്ന സൂചന സിനിമ വളരെ ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നുണ്ട്. അത് പഴയ മലയാള സിനിമയിലെ മാസ് ഹീറോയിസത്തെയും ഇന്നത്തെ പുത്തൻ ഹീറോയിസത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാംകുട്ടി ആ പഴയകാല ആറാം തമ്പുരാനല്ല. ബേസിൽ ജോസഫിന്റെ സാംകുട്ടി ഇൻസെക്യൂരിറ്റി ഉള്ളവനാണ്, തോൽക്കുന്നവനാണ്. ആറാം തമ്പുരാനിൽ നിന്ന് അതിരടിയിലേക്കുള്ള രൂപമാറ്റം കേവലം തലമുറ മാറ്റമല്ല. ആറാം തമ്പുരാന്റെ ന്യൂ ജനറേഷൻ എഡിഷനുമല്ല അതിരടി. പുതുതലമുറയുടെ സെലിബ്രേഷൻ മൂഡിനെ നോക്കി പ്രാഗിയിട്ടോ കണ്ണു നിറച്ചിട്ടോ കാര്യമില്ല. പഴയ തലമുറയ്ക്ക് പഠിക്കാൻ ചില പാഠങ്ങൾ പുതുതലമുറ ഇപ്പോൾ തരുന്നുണ്ട്. അത് പഠിച്ചാൽ നന്ന്. ഒരു കാര്യം പറയാം, ഏത് തലമുറ പ്രേക്ഷകർക്കും സാംകുട്ടി കൂടുതൽ റിലേറ്റബിൾ ആകുന്നു. സംവിധായകൻ അരുൺ അനിരുദ്ധൻ ക്യാമ്പസ് സിനിമയുടെ ഫെമിലിയർ ഗ്രാമർ ഉപയോഗിച്ചിട്ടും അതിനുള്ളിൽ ഒരു ഇമോഷണൽ പൊളിറ്റിക്സ് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ റിഥം, മ്യൂസിക് പ്ലേസ്മെന്റ്, ഡയലോഗ് എനർജി, വിഷ്വൽ ഫ്ലോ എല്ലാം സോഷ്യൽ മീഡിയ ജനറേഷൻ്റെ അറ്റൻഷൻ പാറ്റേൺ മനസ്സിലാക്കി ഒരുക്കിയതുപോലെ തോന്നും. പക്ഷേ ആ സ്പീഡിൻ്റെ അടിയിൽ ഏകാന്തതയുണ്ട്, പട്ടിണിയുണ്ട്, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, ഉത്കണ്ഠയും രോഷവുമുണ്ട്, ചേർത്തുപിടിക്കലും കാരുണ്യവുമുണ്ട്. ഇന്നത്തെ യുവജനങ്ങളുടെ ഇമോഷണൽ ഫ്രാക്ചേഴ്സ് നിറഞ്ഞതാണ് അതിരടി എന്ന സിനിമ. ചിരിയും കളിയുമുള്ള ഒരു ക്യാമ്പസ് എന്റർടൈനർ പോലെ ആരംഭിക്കുന്ന ഈ ചിത്രം ഒടുവിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ബന്ധങ്ങൾ, പുരുഷത്വം, കുടുംബം, സൗഹൃദം, സ്വത്വം, കണക്ടിവിറ്റി എന്നീ വിഷയങ്ങളിലേക്കുള്ള ഒരു സംഭാഷണമായി വളരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അതിരടി എക്സ്പീരിയൻസ് ആണ്. അതിരടി വെറും ഒരു ക്യാമ്പസ് എന്റർടൈനറേ അല്ല, ഒരു തലമുറയുടെ ഇൻസെക്യൂരിറ്റിയും ഈഗോയും ലോൺലിനെസ്സും ഫ്രണ്ട്ഷിപ്പും ലവും ചാവോസും എല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു ഇമോഷണൽ ഫെസ്റ്റിവലാണ്. സിനിമ കഴിയുമ്പോൾ സാംകുട്ടിയും ഫെസ്റ്റും നമ്മളിൽ തുടരും. ജോസഫിൻ്റെ കണ്ണുകൾക്കൊപ്പം നമ്മുടെ കണ്ണുകളും നനയും.